മനയുടെ പടിക്കൽ കാലെടുത്ത് വെച്ചതും എൻ്റെ വലത്തെ തോളിൽ ഒരു ചൂട് ശ്വാസം വന്ന് പതിച്ചപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് ഞെട്ടി. ഒപ്പം എൻ്റെ കാൽപ്പാടിന് തൊട്ടടുത്ത് മറ്റൊരു കാൽപ്പാട് കൂടി പ്രത്യക്ഷപ്പെട്ടു. ആ ഒറ്റ നിമിഷം ഞാൻ സ്തബ്ധനായി നിന്നുപോയി. അതൊരു പക്ഷേ ആത്മാക്കളുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരിക്കണം. ഭയം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഞാൻ ധൈര്യം സംഭരിച്ച് ആ കാൽപ്പാടിനൊപ്പം പടികൾ കയറി. മനയുടെ വാതിൽ ഒരു വലിയ ശബ്ദത്തോടെ എൻ്റെ മുന്നിൽ തുറന്നു. ആരോ ആഞ്ഞു തള്ളി തുറന്നതുപോലെ. പെട്ടെന്ന് എൻ്റെ വലത് കൈയിൽ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നി. ഒപ്പം ഒരു ശബ്ദവും എൻ്റെ കാതിൽ മുഴങ്ങി. ഇത് ഞാനാ, രാത്രി. പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ആ ശബ്ദം എന്നോട് പറഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള മനയുടെ അകത്ത് അവൾ എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയി. ഇരുട്ട് കനത്തു കൂടിയിരുന്നു. ഒടിഞ്ഞും ദ്രവിച്ചു വരുന്ന വാതിലുകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന കാറ്റ് എന്തൊക്കെയോ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പേടി തോന്നിയിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരുതരം ആകാംക്ഷ നിറഞ്ഞു. അകത്തളത്തിലെ തണുപ്പേറിയ ഒരു തൂണിനരികിലെത്തിയപ്പോൾ അവളുടെ സാന്നിധ്യം മെല്ലെ ഇല്ലാതായി. അരിച്ചിറങ്ങിയ ഒരു തണുത്ത കാറ്റിനൊപ്പം ഒരു നേർത്ത കാൽപെരുമാറ്റം കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് നോക്കി. അവ്യക്തമായ രൂപം, ഒരു നമ്പൂതിരി പെൺകുട്ടിയുടെ രൂപം. വെളുത്ത മുണ്ടും നേരിയതും ധരിച്ച് കാറ്റിൽ പാറി പറക്കുന്ന മുടിയും വിളറിയ കണ്ണുകളുമായി അവൾ എൻ്റെ മുന്നിൽ നിന്നു. ഞാൻ താത്രി, ഈ മനയിലെ അവസാനത്തെ അവകാശി. അവൾ തുടർന്നു. അവളുടെ ശബ്ദത്തിൽ ഒരു നടുക്കുന്ന ദുഃഖം കലർന്നിരുന്നു. എനിക്കിപ്പോഴും ഈ മനയുടെ മണം വിട്ടുപോയിട്ടില്ല. എങ്ങനെ വിട്ടുപോകാൻ? എൻ്റെ ജീവൻ ഇവിടെയാണല്ലോ ഞാൻ ഒടുക്കിയത്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ താഴെ കുതിർന്നു. എനിക്കറിയാം, നീ എൻ്റെ കഥ കേൾക്കാൻ വന്നതാണെന്ന്. ഞാൻ പറയാം, എല്ലാം പറയാം. എൻ്റെ ജീവിതവും മരണവും പ്രതികാരവും. അവൾ പതിയെ നടന്ന് മനയുടെ നടുമുറ്റത്ത് ഒരു കാലത്ത് താമരക്കുളമായിരുന്നിടത്തേക്ക് ചെന്ന് നിന്നു. ഈ മനയ്ക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. എൻ്റെ ചിരിയും കളികളും എൻ്റെ പാട്ടുകളും നൃത്തവും എല്ലാം. ഞാൻ ഈ മനയുടെ ജീവനായിരുന്നു. പഠിത്തത്തിൽ ഞാൻ മിടുക്കിയായിരുന്നു. സംഗീതം എൻ്റെ ആത്മാവായിരുന്നു. നൃത്തം എൻ്റെ സ്വപ്നവും. ഞാനൊരു പക്ഷിയെപ്പോലെ സ്വന്തമായി പാറിപ്പറന്നു. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഈ നാലുകെട്ടിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാത്ത സ്വപ്നങ്ങൾ. അവളുടെ ശബ്ദം നേർത്ത് ഇല്ലാതാകുന്നത് പോലെ തോന്നി. പക്ഷേ എൻ്റെ അച്ഛൻ, എൻ്റെ ലോകം തകർത്തത് ആ പിശാചാണ്. വെറും 14 വയസ്സുള്ള എന്നെ ശവം പോലെ ജീർണിച്ച ഒരു വൃദ്ധന് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു. പണത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ കൊതി എൻ്റെ ജീവനേക്കാൾ വലുതായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കരഞ്ഞു നിലവിളിച്ചു. അയാളുടെ കാല് പിടിച്ച് കെഞ്ചി. പക്ഷേ ഒരു പാറക്കല്ലിനോട് സംസാരിക്കുന്നത് പോലെയായിരുന്നു അത്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം ആ ദുഷ്ടൻ കാൽ കീഴിൽ ചവിട്ടി മെതിച്ചു. ചോരയിൽ കുതിർത്തു. ഒരു ശീതീകരിച്ച നിശ്വാസം അവളിൽ നിന്നുയർന്നു. അത് മനയുടെ അകത്തെ തണുത്ത വായുവിനെ ഒരു പേടിപ്പിക്കുന്ന മൂടൽമഞ്ഞാക്കി മാറ്റി. ആ രാത്രി, എൻ്റെ അവസാനത്തെ രാത്രി, എൻ്റെ ആത്മാവ് പിടഞ്ഞു നിലവിളിച്ചു. ആരും കാണാതെ ഈ മനയുടെ തെക്കേ മുറിയിലെ കഴിമരത്തിൽ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിച്ചു. എൻ്റെ സ്വപ്നങ്ങളോടൊപ്പം ഞാൻ ആ കയറിൽ തൂങ്ങി മരിച്ചു. എൻ്റെ ജീവൻ പിടഞ്ഞൊടുങ്ങി. അവളൊരു ഭീകരമായ പൊട്ടിച്ചിരി ചിരിച്ചു. ആ ചിരിയിൽ രക്തം കട്ട പിടിപ്പിക്കുന്ന വെറുപ്പും ഭീകരതയും നിറഞ്ഞു നിന്നു.